ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നും കുറച്ച് തിരക്കിലൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഒക്കെ തിരക്കായിരിക്കും, എങ്കിലും വീഡിയോ ഇടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടും പഴവുമാണ്, പിന്നെ അതിൻ്റെ കൂടെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അരി എടുപ്പത്തിട്ടിട്ടുണ്ട്. സൂര്യഹരി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലാണ്. കുക്കറിൽ ഇട്ടിട്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ കലത്തിലേക്ക് മാറ്റിയതാണേ. അപ്പോൾ അത് ഏകദേശം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏത്തപ്പഴവും വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടും പഴവും കൂടെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം, കറി കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെയാകാം. അങ്ങനെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നേ. അതായത് അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോയത്, എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക്. അത് കുടുംബ വീട്. അവിടെ ഇപ്പോൾ ചിറ്റപ്പനും ചിറ്റയാണ് താമസിക്കുന്നത്. മക്കളെയൊക്കെ കല്യാണം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു, 2 പെൺകുട്ടികളാണ്. അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചിറ്റപ്പന് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഞാനൊന്ന് പകർത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചെടിയൊക്കെ ചിറ്റപ്പന് വലിയ ഇഷ്ടമാണ്. ഇവിടെ ചെടികളൊക്കെ നല്ല പൂവുള്ള നല്ല ഭംഗിയാണ് ചെടികളൊക്കെ കാണാൻ വേണ്ടി. പണ്ട് തൊട്ടേ അങ്ങനെ ഞങ്ങൾ ചെറുതിലേക്ക് അവിടെ പോയി നിന്നിട്ടുണ്ട്. അന്നു മുതലേ ഒരുപാട് ചെടികളൊക്കെ, വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ അധികം ഇല്ല, അന്ന് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാനത് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഈ പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ടേ. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു. കപ്പ, ചേമ്പ്, പിന്നെന്താ ഉള്ളത്, നമ്മുടെ പാവയ്ക്കില്ലേ, പാവയ്ക്ക, കാന്താരി ഉണ്ട്. ഒരുപാട് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. വാഴയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ചിറ്റപ്പൻ്റെ വീട്ടിലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് വറ്റയില്ലേ, വറ്റയുടെ ചെറുത് അതാണ് കിട്ടിയത്. വറ്റപ്പാര എന്നൊക്കെ ഇവിടെ പറയും. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കുകയാണ്. മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ മാങ്ങയിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരുന്നു. നല്ല ഫ്രഷ് മാങ്ങയുമായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയായിരുന്നേ. നമുക്ക് ടേസ്റ്റുള്ള മാങ്ങ ഇട്ടാൽ മാത്രമേ നമുക്ക് കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. മാങ്ങയുടെ ഇതുപോലെ ഇരിക്കും ചില ചകിരി പോലത്തെ മാങ്ങയൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറിക്കൊരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനും. നല്ല ഉപ്പും കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നേ. അത് 2 പീസ് കഴിച്ച് നോക്കിയിട്ടാണ് കറിയിൽ ചേർത്തത്. അപ്പോൾ അത്യാവശ്യം പുളിയുള്ളതെന്ന് മനസ്സിലായി. മീൻകറിയിലിടാനായിട്ട് മാങ്ങ പൂളി വെച്ച് ഇവിടെ കിട്ടാറില്ല, സാധാരണ അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ലാഞ്ഞതുകൊണ്ട് അത്യാവശ്യം മാങ്ങയൊക്കെ പൂളി വെച്ചതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നു, അതും കാച്ചിയൊക്കെ എടുത്തു. പിന്നെ പീച്ചിങ്ങ ഉണ്ടായിരുന്നു, ഒരു പീച്ചിങ്ങ ആയിരുന്നിട്ട് പിന്നെ അതും കൂടെ ഒന്ന് പൊള്ളിച്ചെടുത്ത് സവോളയൊക്കെ ഇട്ടിട്ട്. ഇരുമ്പ് ചീനിച്ചട്ടിലാണ് പീച്ചിങ്ങ പൊള്ളിച്ചെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ മറ്റുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്കത്തെ ഊണിനുള്ള കറികളൊക്കെ. ഇതൊക്കെയായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിനായിട്ട് തയ്യക്കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബ്ലൗസ് പീസൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുക്കറിൽ നിന്നും പൊള്ളലേറ്റതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ പാടുകളൊക്കെ മാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചുണ്ടിൻ്റെ താഴെ കാണുന്ന ആ ചെറിയൊരു പാട് കൂടെ ഇനി മായാനുള്ളൂ, ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കടയിലേക്ക് പോവുകയാണ്. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങുണ്ട്. ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ചടങ്ങും കൂടെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. അതും കൂടെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തുകയാണ്. ഒരു ചെറിയൊരു ട്രാവലറിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നൊരു വീഡിയോ ആണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.